ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് അക്കാഡമിയുടെ ഫോൾ ഇൻ ലവ് വിത്ത് മാത്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള കുറെ ക്ലാസ്സുകളിൽ നമ്മൾ ഈ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് ആയിരിക്കും പഠിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മളുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറെ ക്ലാസ്സുകളിൽ നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറെ ടെക്നിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മുൻകൂറായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് പഠിച്ചാലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരുപാട് സമയമൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ പഠിക്കുന്ന ടെക്നിക്സ് ജസ്റ്റ് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരിയായിട്ടുള്ള ഉത്തരം എത്താൻ വേണ്ടി ശ്രമിക്കണം. ആദ്യം നമ്മൾ സ്പീഡിനെ കുറിച്ച് ഒരുപാട് ബോധേഡാവണ്ട. ആദ്യം നമ്മൾ ആക്യുറസിയിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. സ്പീഡ് ഗ്രാജുവലി വന്നോളും. പക്ഷെ ഈ ടെക്നിക്ക് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി എത്ര തവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ കാണാൻ വേണ്ടിയുള്ള ചില ടെക്നിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് വരണമെന്നില്ല. ചില പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും പൊതുവെ സ്ക്വയർ കാണാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നു എന്ന് വരില്ല. പക്ഷെ പല ചോദ്യങ്ങളും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് പല സംഖ്യകളുടെയും സ്ക്വയർ കാണേണ്ടതായിട്ട് വരാം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മളപ്പോ ആദ്യം 100ന്റെ അടുത്ത് വരുന്ന ചില സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് 100നെക്കാട്ടില് കുറച്ച് മുന്നോട്ടുള്ള സംഖ്യകളും ആകാം, 100ന്റെ തൊട്ട് പുറകിൽ വരുന്ന കുറച്ച് സംഖ്യകളും ആകും. അപ്പൊ ഈ ട്രിക്കുകൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചെയ്യും, ബാക്കിയുള്ളത് അതിനനുസരിച്ച് നിങ്ങളും കൂടെ കൂട്ടത്തിൽ ചെയ്തു വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് 99ന്റെ സ്ക്വയർ കണ്ടു നോക്കാം. 99 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100നേക്കാൾ 1 കുറഞ്ഞ സംഖ്യയാണ് അല്ലെ, 100ന്റെ തൊട്ട് താഴെ വരുന്ന സംഖ്യയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 100നേക്കാൾ എത്ര കുറവ്? 1 കുറവ്. അപ്പോ 1ന്റെ സ്ക്വയർ എത്ര എന്ന് ഓർക്കുക. 1ന്റെ സ്ക്വയർ 1 തന്നെയാണല്ലോ, അത് എഴുതുക. 1ന്റെ സ്ക്വയർ 1. എപ്പോഴും ഓർത്തോളുക, നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ വാല്യൂ എഴുതുമ്പോൾ നമുക്ക് അവിടെ 2 ഡിജിറ്റ് മിനിമം വരണം. അപ്പൊ ഇപ്പൊ 1ന്റെ 2ന്റെ 3ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് വരത്തില്ല. ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സിനാണ് ഞാൻ ഈ പറയുന്ന കാര്യം ബാധകമാവുന്നത്. 3 ഡിജിറ്റ് നമ്പേഴ്സിനും ബാധകമാണ്. ഓക്കെ, സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിന് ഈ കണ്ടീഷൻ ബാധകമല്ല. അപ്പൊ 2 ഡിജിറ്റ് നമ്പറോ 3 ഡിജിറ്റ് നമ്പറോ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതേപോലെ ഈ ഡിഫറൻസ് കണ്ടിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുന്നില്ല. ഇപ്പൊ 100ൽ നിന്നുള്ള ഡിഫറൻസ് ആണ് 99ന് 100ൽ നിന്നുള്ള ഡിഫറൻസ് ആണ് 1 എന്ന് പറയുന്നത്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ് കിട്ടുന്നത്. നമുക്കതിനെ 2 ഡിജിറ്റ് നമ്പർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ ചെയ്തത് എന്താണ്? 99ന്റെ സ്ക്വയർ കാണാൻ വേണ്ടി 100ൽ നിന്ന് 99ലേക്കുള്ള വ്യത്യാസമായ 1 എടുത്തു, ആ 1ന്റെ സ്ക്വയർ എടുത്തു. 1ന്റെ സ്ക്വയർ എടുത്തപ്പോൾ 1 ആണ്. അതൊരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൂടെ കൊടുത്ത് 0 1 എന്നാക്കി. ഇത്രയും വരെ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോവാണ്. ഈ 99ൽ നിന്ന് നമ്മൾ ഇപ്പൊ കണ്ട 100ൽ നിന്ന് 99ലേക്കുള്ള വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം 99ൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ 100ൽ നിന്ന് 99ലേക്കുള്ള വ്യത്യാസം 1 ആണ്. 99ൽ നിന്ന് ആ 1 കുറച്ചു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 98 അല്ലെ, 98. അപ്പൊ നമ്മളുടെ 99ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 9801, 9801 ആയിരിക്കും 99ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 100ൽ നിന്ന് ഈ സംഖ്യയിലേക്കുള്ള വ്യത്യാസം കാണുന്നു, അതിന്റെ സ്ക്വയർ എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നു. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഡിജിറ്റ് വേണം. അപ്പോൾ 1ന്റെ സ്ക്വയർ എടുത്തു, ഒറ്റ ഡിജിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൂടെ കൊടുത്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്ത എന്താണ്? 100ൽ നിന്നുള്ള ഈ സംഖ്യയിലേക്കുള്ള വ്യത്യാസം എത്രയാണോ അത് തന്നെ ഈ സംഖ്യയിൽ നിന്ന് പുറകിലോട്ട് കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ 99ൽ നിന്ന് പുറകിലോട്ട് 1 കുറച്ചപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടി? 98 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 9801 ആയിരിക്കും. 9801. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതേ രീതിയിൽ 98ന്റെ സ്ക്വയർ ഒന്ന് നോക്കാം. അപ്പൊ 98ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 100ൽ നിന്ന് 2 ആണ് കുറവ് അല്ലെ. അപ്പൊ 2ന്റെ സ്ക്വയർ ആദ്യം എടുക്കുന്നു. 2ന്റെ സ്ക്വയർ എടുത്താൽ 4.
നമുക്കറിയാം 2 ഡിജിറ്റ് വേണം, അതുകൊണ്ട് 4ന്റെ ഇടതുവശത്ത് ഒരു 0 കൂടെ കൊടുക്കുന്നു. അപ്പൊ ആദ്യം ചെയ്തത് എന്താണ്? 100-ൽ നിന്ന് 98-ലേക്കുള്ള ഡിഫറൻസ് ആയ 2ന്റെ സ്ക്വയർ എടുക്കുന്നു. 2ന്റെ സ്ക്വയർ 4 അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 4ന്റെ ഇടതുവശത്ത് ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. ഇത്രയും പേരെ എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി 100-ൽ നിന്ന് 98-ലേക്കുള്ള വ്യത്യാസം 2 നമ്മൾ പഠിച്ച റൂള് പ്രകാരം എന്ത് ചെയ്യണം? 98-ൽ നിന്ന് ആ 2 കുറയ്ക്കണം. 98-ൽ നിന്ന് ആ 2 കുറച്ചാൽ എത്രയാ കിട്ടുന്നത്? 96. അപ്പൊ നമ്മളുടെ സ്ക്വയർ എത്രയാണ്? 9604. 9604. ഓക്കെ, അടുത്തതൂടെ നോക്കാം. 97ന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ 97ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 100-ൽ നിന്ന് 97-ലേക്കുള്ള വ്യത്യാസം 3. 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. 9ന്റെ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് അതിനെ നമ്മൾ 2 ഡിജിറ്റ് ആക്കി. ഇത്രയും വരെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റണം. ഇനിയിപ്പോ നമ്മൾ സ്പീഡ് ചെയ്തു പോകണം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 100-ൽ നിന്ന് 97-ലേക്കുള്ള വ്യത്യാസം 3. 3ന്റെ സ്ക്വയർ 9. സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് ഡബിൾ ഡിജിറ്റ് ആക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ 0 കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? 100-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് 97. അതുകൊണ്ട് 97-ൽ നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 94 അല്ലേ? അപ്പൊ 9409 ആയിരിക്കും 97ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 9409. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സംഖ്യകൾ നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം. അടുത്തതായിട്ട് നമുക്ക് 96ന്റെ സ്ക്വയർ നോക്കാം. അപ്പൊ 96ന്റെ സ്ക്വയർ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞ്. നമുക്കറിയാം 96 100-ൽ നിന്ന് 4 കുറവ്. സോ 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 വന്നു. ഇവിടെ 2 ഡിജിറ്റ് ആണ്, അതുകൊണ്ട് ഇനി നമ്മൾ 0 കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ 100-ൽ നിന്ന് 96-ലേക്കുള്ള ഡിഫറൻസ് ആയ 4ന്റെ സ്ക്വയർ 16. അതുപോലെ തന്നെ എഴുതി. ഒരു വ്യത്യാസവും അവിടെ വരുത്തേണ്ട ആവശ്യമില്ല. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിലാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 0 കൊടുത്തിട്ട് അതിനെ 2 ഡിജിറ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? 100-ൽ നിന്ന് 96-ലേക്കുള്ള വ്യത്യാസം 4 ആണെങ്കിൽ നമ്മൾ സ്ക്വയർ കാണാൻ നേരം എന്ത് ചെയ്യും? 96-ൽ നിന്ന് വീണ്ടും ആ 4 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 92 അല്ലെ? അപ്പൊ നമ്മളുടെ റിക്വയർഡ് സ്ക്വയർ എന്ന് പറയുന്നത് 9216 ആയിരിക്കും. ഓക്കെ, അടുത്തത് 95ന്റെ സ്ക്വയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 95ന്റെ സ്ക്വയർ നിങ്ങൾ പറഞ്ഞേ. 100-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴാണ് 95. സോ 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 നമ്മൾ ആദ്യം എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 100-ൽ നിന്ന് 95-ലേക്കുള്ള വ്യത്യാസം 5. സോ 95-ൽ നിന്ന് 5 നമ്മൾ കുറയ്ക്കുന്നു. അപ്പൊ എത്ര വരും? 90. 9025 ആണ് നമ്മളുടെ 95ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 94-ലേക്ക് വരാൻ 94-ലോട്ട് വന്നു കഴിഞ്ഞാലോ 100-ൽ നിന്ന് 6 കുറയുമ്പോഴാണ് 94 ആവുന്നത് അല്ലെ? അപ്പൊ 6ന്റെ സ്ക്വയർ 36 നമ്മൾ എഴുതുന്നു. ഇനി 94-ൽ നിന്ന് 6 പുറകിലോട്ട് പോകണം. 94-ൽ നിന്ന് 6 പുറകിലോട്ട് പോയാൽ എത്ര വരുന്നത്? 88. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഫൈനൽ സ്ക്വയർ എത്ര വരുന്നത്? 8836. അപ്പൊ ഇനി മുന്നോട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒന്നിച്ച് സ്പീഡിൽ ചെയ്തു പോവാം അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ കൺസെപ്റ്റ് എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമുക്കിനി 93ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 100-ൽ നിന്ന് 7 കുറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ 7ന്റെ സ്ക്വയർ 49. അതാണ് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത്. 49 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100-ൽ നിന്ന് 7 കുറയുമ്പോഴാണ് 93. അതുകൊണ്ട് 93-ൽ നിന്ന് 7 കുറയ്ക്കുന്നു. 93-ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 86 അല്ലെ? അപ്പൊ 8649 ആണ് നമ്മളുടെ റിക്വയർഡ് സ്ക്വയർ എന്ന് പറയുന്നത്. 93യുടെ സ്ക്വയർ എത്രയാണ്? 8649. അടുത്തത് 92-ലോട്ട് വന്നു കഴിഞ്ഞാലോ 100-ൽ നിന്ന് 8 കുറയുന്നത്. അപ്പൊ 8ന്റെ സ്ക്വയർ ആയിട്ടുള്ള 64 നമ്മൾ എഴുതുന്നു. ലാസ്റ്റ് 2 ഡിജിറ്റ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 92-ൽ നിന്ന് 8 പുറകിലേക്ക് പോകണം. 92-ൽ നിന്ന് 8 കുറച്ചു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 84 വരും അല്ലെ? അപ്പൊ 8464 ആണ് 92ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 91-ലോട്ട് വന്നാലോ നമുക്കറിയാം 100-ൽ നിന്ന് 9 കുറയ്ക്കുമ്പോഴാണ് 91 അല്ലെ? അപ്പൊ 100-ൽ നിന്ന് 9 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9ന്റെ സ്ക്വയർ എടുക്കുന്നു. 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 81 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് ആയി. ഇനി നമ്മൾ ഈ 91-ൽ നിന്ന് 9 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 82. അപ്പോ 8281 ആണ് 91ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 90ന്റെ സ്ക്വയർ. 90ന്റെ സ്ക്വയറിന് നമ്മൾ ഈ റൂൾ എന്തെങ്കിലും നോക്കണോ? നമുക്കറിയാം ലാസ്റ്റിൽ 0 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ എളുപ്പമാണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു? 0 മാറ്റി വെച്ചിട്ട് 9ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 81. 0 നമ്മൾ അങ്ങ് മാറ്റി വെച്ചു. 9ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 81. ഇനി സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ ഒരു 0 ഉള്ളതിന് പകരം 2 0 വരണം അല്ലെ? അപ്പൊ നമ്മൾ എത്രയാ വരുന്നത്? 8100 അല്ലെ? 8100.
അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച റൂൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എളുപ്പമുള്ള വഴിയിലാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് ലാസ്റ്റിൽ 0 വരുന്ന സംഖ്യകളാണ് സ്ക്വയർ കാണാൻ വളരെ എളുപ്പമായി. ഇപ്പൊ 90 എന്ന് പറയുമ്പോൾ നമ്മൾ 9ന്റെ സ്ക്വയർ കാണുന്നു. എന്നിട്ട് ഇവിടെ ഒരു 0 ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ 2 0 കൊടുക്കുക. അപ്പൊ 81 2 0 8100 വരും. ഇനി നമ്മുടെ റൂൾ അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിലും ആൻസർ ഇത് തന്നെ ആയിരിക്കും. റൂൾ അനുസരിച്ചാണ് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. നമ്മൾ 100ൽ നിന്ന് 10 കുറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 90 വരുന്നത്. അപ്പൊ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 വരും അല്ലെ. 100ന് 3 ഡിജിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്തു മതി? പ്ലേസിൽ നമുക്ക് 2 ഡിജിറ്റ് മതി. അപ്പൊ ആ 100ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തെ ഡിജിറ്റ് ആയിട്ടുള്ള 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ 90ൽ നിന്ന് 10 കുറയ്ക്കുന്നത്. കാര്യം എന്താ? 100ൽ നിന്ന് 10 കുറഞ്ഞപ്പോഴാണ് 90 വന്നത്. അതുകൊണ്ട് 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 എഴുതി. ആ 100ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് മതി നമുക്ക്. കാര്യം നമുക്ക് 2 ഡിജിറ്റ് ആണ് നമുക്ക് ആദ്യത്തെ ഈ സ്റ്റെപ്പിൽ വേണ്ടത്. അപ്പം 3rd ഡിജിറ്റ് ആയിട്ടുള്ള 1നെ നമ്മൾ തൽക്കാലം പരിഗണിച്ചിട്ടില്ല. അതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ 90ൽ നിന്ന് 10 കുറയ്ക്കുന്നു. 90ൽ നിന്ന് 10 കുറച്ചാൽ 80 ആണ് വരുന്നത്. അതിന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 80 + 1 81. അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ എത്ര വരും? 8100. അത് തന്നെയാണല്ലോ നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പൊ ഈ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിൽ ചെയ്താലും ഇവിടെ ആൻസർ തെറ്റത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുന്നത് 9 സ്ക്വയർ കണ്ടിട്ട് 2 0 കൂടെ അവസാനം കൊടുക്കുന്നതാണ്. ഓക്കെ, 89ന്റെ സ്ക്വയറിലോട്ട് വരാം. 89ന്റെ സ്ക്വയർ അപ്പൊ 100ൽ നിന്ന് 11 കുറവ്. ഇങ്ങനെ പുറയിലോട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ വലിയ വലിയ സ്ക്വയറിലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 11ന്റെ സ്ക്വയർ 121 ആണ് വരുന്നത്. നമ്മളൊരു 25ന്റെ വരെ സ്ക്വയർ മനസ്സിലാക്കി വെക്കണം. അതെങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള ഒരു സൂത്രപ്പണി ഞാൻ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഈ രീതിയിൽ കാര്യം മനസ്സിലാക്കി പോവുക. പക്ഷെ നമുക്ക് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ആ 25 വരെയുള്ള സ്ക്വയർ പഠിച്ചു വെക്കാനുള്ള എളുപ്പവഴി ഞാൻ അവസാനം പറയാം. അപ്പൊ ഇവിടെ നമുക്ക് 89ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 100ൽ നിന്ന് 11 കുറവാണ്. അതുകൊണ്ട് തന്നെ 11ന്റെ സ്ക്വയർ ആയിട്ടുള്ള 121. പക്ഷെ നമുക്കറിയാം അവസാനത്തെ 2 ഡിജിറ്റ് മതി നമുക്ക്. അപ്പൊ 121ലെ അവസാനത്തെ 2 ഡിജിറ്റ് ആയിട്ടുള്ള 21 നമ്മൾ എടുത്തു. ഇനി ഒരു 1 ബാക്കി കിടപ്പുണ്ട്. ആ 1നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാരി ഓവർ ചെയ്യുവാണ്. ഇനി നമുക്കറിയാം 100ൽ നിന്ന് 11 കുറഞ്ഞാണ് 89ൽ വന്നത്. അതുകൊണ്ട് തന്നെ 89ൽ നിന്ന് 11 കുറയട്ടെ. 89ൽ നിന്ന് 11 കുറഞ്ഞാൽ എത്രയാ വരുന്നത്? 78. ആ 78ന്റെ കൂടെ ഈ മാറ്റി വെച്ചിരിക്കുന്ന 1 കൂടെ കൂട്ടണം. അപ്പൊ എത്ര വരും? 79. അപ്പൊ നമ്മളുടെ റിക്വയർഡ് സ്ക്വയർ എന്ന് പറയുന്നത് 7921 ആണ്. 7921. ഓക്കെ, അടുത്ത ചോദ്യം കൂടെ നോക്കാം. 88ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 100ൽ നിന്ന് എത്രയാ കുറയുന്നത്? 100ൽ നിന്ന് 12 ആണ് കുറയുന്നത്. അപ്പൊ 12ന്റെ സ്ക്വയർ 144. ആ 144ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ 44. 1 ഉണ്ട്. അതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100ൽ നിന്ന് 12 കുറവാണ് 88 എങ്കിൽ 88ൽ നിന്ന് 12 കുറയ്ക്കണം. 88ൽ നിന്ന് 12 കുറച്ചാൽ 76 ആണ്. 76ന്റെ കൂടെ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന 1നെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 77. അപ്പൊ നമ്മളുടെ റിക്വയർഡ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 7744. 7744. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 87ന്റെ സ്ക്വയർ നോക്കാം. 87ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100ൽ നിന്ന് 13 കുറവാണ്. 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. ആ 169ന്റെ അവസാനത്തെ 2 ഡിജിറ്റ് ആയിട്ടുള്ള 69 നമ്മൾ എഴുതി. അപ്പൊ 100ൽ നിന്ന് 13 കുറവാണ് 87. 13ന്റെ സ്ക്വയർ 169, 169. അതിലെ 69 നമ്മൾ എടുത്തു. ഒരു 1 ഉണ്ട്. അതിനെ നമ്മൾ മാറ്റി വെച്ചേക്കുവാണ് ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത്? 87ൽ നിന്ന് 13 കുറയ്ക്കുന്നു. 87ൽ നിന്ന് 13 കുറഞ്ഞാൽ എത്രയാ വരുന്നത്? 74 അല്ലെ. 87ൽ നിന്ന് 13 കുറച്ചു കഴിഞ്ഞാൽ 74. ആ 74ന്റെ കൂടി മാറ്റി വെച്ച് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 75 വരും അല്ലെ. 75. അപ്പൊ നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത് 7569. ഇനി 86ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാലോ 86ന്റെ സ്ക്വയർ നമുക്കറിയാം 100ൽ നിന്ന് 14 ആണ് കുറയുന്നത്. അപ്പൊ 14ന്റെ സ്ക്വയർ ആയിട്ടുള്ള 196ന്റെ അവസാനത്തെ 2 ഡിജിറ്റ്സ് ആയിട്ടുള്ള 96 നമ്മൾ എഴുതി.
ഓക്കെ, 100-ൽ നിന്ന് 14 ആണ് കുറവ്, 86 എന്ന് പറയുമ്പോൾ അല്ലെ. 100-ൽ നിന്ന് 14 കുറവ്. അപ്പൊ 14ന്റെ സ്ക്വയർ 196. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുത്തു, അതാണ് 9ഉം 6ഉം. ഒരു 1 ഉള്ളതിനെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് മതി. അതുകൊണ്ടാണ് നമ്മൾ ആ 196-ലെ 1-നെ അങ്ങ് മാറ്റിയത്. ഇനി നമുക്കറിയാം 100-ൽ നിന്ന് 14 കുറഞ്ഞപ്പോഴാണ് 86-ൽ വന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് 86-ൽ നിന്ന് വീണ്ടും 14 കുറയണം അല്ലെ. അപ്പൊ 86-ൽ നിന്ന് 14 കുറഞ്ഞാൽ നമുക്കറിയാം 72 ആണ്. 72ന്റെ കൂട്ടത്തിൽ ഈ മാറ്റിവെച്ച ഒന്നും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 73 വരും അല്ലെ. 73. അപ്പൊ 7396 ആയിരിക്കും നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത്. 7396. ഇനി 85ന്റെ സ്ക്വയറിലോട്ട് നമുക്ക് വരാം. 85ന്റെ സ്ക്വയറിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 100-ൽ നിന്ന് 15 കുറവാണ് അല്ലെ. അപ്പൊ 100-ൽ നിന്ന് 15 കുറവാണെങ്കിൽ നമുക്കറിയാം 15ന്റെ സ്ക്വയർ ആയിട്ടുള്ള 225. ആ 225ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 25. ഇപ്പൊ 225-ലെ 25 നമ്മൾ എടുത്തിട്ടുള്ളൂ, ഒരു 2 ഉണ്ട്, അതിനെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഓക്കെ, 225-ലെ 25 നമ്മൾ എടുത്തു, 2-നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി 85-ൽ നിന്ന് നമ്മൾ 15 കുറയ്ക്കണം അല്ലെ. 100-ൽ നിന്ന് 15 കുറഞ്ഞാണ് 85 വന്നത്. അതുകൊണ്ട് തന്നെ 85-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 70 എന്ന് കിട്ടും. ആ 70ന്റെ കൂടി മാറ്റിവെച്ച 2ഉം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 72 അല്ലെ. 72. അപ്പം നമ്മളുടെ ഫൈനൽ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 7225. അപ്പൊ 85ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 7225. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള കുറച്ച് ഹോംവർക്കുകളാണ്. 84, 83, 82, അതുപോലെ തന്നെ 81, 80, 79 ഇതിന്റെ എല്ലാ സ്ക്വയർ കാണണം. അങ്ങനെ 78, 77, 76, 75 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ കാണുക. 100 മുതൽ 85 വരെ ഉള്ളത് നമ്മൾ ഒന്നിച്ച് ചെയ്തു. ഇനി പുറകിലോട്ട് 84 തൊട്ട് 75 വരെ ഉള്ളത് നിങ്ങൾ തന്നെത്താനെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 100ന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 100-നേക്കാൾ ചെറിയ ആളുകളെ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ഇനി 100-നേക്കാൾ വലിയ സംഖ്യകൾ എന്നാൽ 100ന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സ്ക്വയർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് 100-നേക്കാൾ വലിയ സംഖ്യകളിലോട്ട് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് 101ന്റെ സ്ക്വയർ കാണണം. അപ്പൊ 101ന്റെ സ്ക്വയർ കാണാൻ വേണ്ടി നമ്മൾ ഇപ്പൊ ചെയ്ത അതേ കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നേരത്തെ കുറഞ്ഞതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതേ സ്ഥാനത്ത് കൂടുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമ്മൾ 99 എടുത്തപ്പോൾ 100-ൽ നിന്ന് 1 കുറഞ്ഞെന്ന് എടുത്തെങ്കിൽ 101 എടുക്കുമ്പോൾ 100-ൽ നിന്ന് 1 കൂടിയതായിട്ട് എടുക്കുന്നു. അപ്പൊ 100-ൽ നിന്ന് 1 കൂടി, അതുകൊണ്ട് ആ 1ന്റെ സ്ക്വയർ എടുക്കുന്നു. 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. പക്ഷെ നമുക്കറിയാം നമ്മളുടെ റൂൾ എന്താണ്? 2 ഡിജിറ്റ് വേണം. അപ്പൊ 1 എന്നുള്ളതിനെ നമ്മൾ 0 എന്നാക്കി. ഇപ്പൊ 101 എന്ന് പറയുന്നത് 100-നേക്കാൾ 1 കൂടുതലാണ്. അതുകൊണ്ട് 1ന്റെ സ്ക്വയർ എടുത്തു. 1ന്റെ സ്ക്വയർ എടുത്തപ്പോൾ 1 തന്നെ കിട്ടി. അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 01 എന്ന് നമ്മൾ ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 101 100-നേക്കാൾ 1 കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ 101ന്റെ കൂടെ ഒന്നുകൂടെ അങ്ങ് കൂട്ടുന്നു. 101ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എത്രയാ വരുന്നത്? 102 ആകും അല്ലെ. 102. അപ്പൊ നമ്മളുടെ 101ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 10201. 10201 ആണ് 101ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് 102ലോട്ട് പോകാം. ഇതേ റൂള് തന്നെയാണ്. എങ്ങനെയാ ചെയ്യുന്നത്? 100-നേക്കാൾ 2 കൂടുതലാണ് 102. അതുകൊണ്ട് 2ന്റെ സ്ക്വയർ 4. പക്ഷെ യൂണിറ്റ് പ്ലേസ് സിംഗിൾ ഡിജിറ്റ് ആവാൻ പറ്റത്തില്ല. യൂണിറ്റ് പ്ലേസ് അല്ല, സോറി, സിംഗിൾ ഡിജിറ്റ് ആവാൻ പറ്റില്ല അവസാനം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ഡിജിറ്റ് ആക്കാൻ വേണ്ടി 4ന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 0 കൂടെ കൊടുത്ത് 04 എന്നാക്കി. അപ്പൊ 102 100-നേക്കാൾ 2 കൂടുതലായതുകൊണ്ട് 2ന്റെ സ്ക്വയർ എടുത്ത് 4, അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 04 എന്നാക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണ്? 102 100-നേക്കാൾ 2 കൂടുതലായതുകൊണ്ട് 102ന്റെ കൂടെ ഒരു 2 കൂടെ കൂട്ടുന്നു. 102ന്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ എത്രയാ വരുന്നത്? 104 ആകും അല്ലെ. 104. അപ്പൊ 10404 ആണ് 102ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 10404. 103ലോട്ട് വരാം. 103ലോട്ട് വരുമ്പോഴും ഇതേപോലെ തന്നെ 100-നേക്കാൾ 3 കൂടുതലാണ് 103. അതുകൊണ്ട് 3ന്റെ സ്ക്വയർ എടുക്കുന്നു. 3ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9 ആണ്. അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 09 ആക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? 100-ൽ നിന്ന് 3 കൂടുതലാണ് 103. അതുകൊണ്ട് 103ന്റെ കൂടെ 3 കൂടെ കൂട്ടി 106 എന്ന് എഴുതുന്നു. 106. അപ്പൊ നമുക്ക് എത്രന്ന് കിട്ടും? 10609. അപ്പൊ ഈ 10609 ആണ് 103ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ,
104 വരാം. 104 വരുമ്പോൾ നമുക്കറിയാം 100-നേക്കാൾ 4 കൂടുതലാണ്. 100-നേക്കാൾ 4 കൂടുതലായതുകൊണ്ട് 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16 എഴുതി. ഇത് 2 ഡിജിറ്റ് ആണ്, അതുകൊണ്ട് ഇനി ഇവിടെ 0 ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി 2 ഡിജിറ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100-നേക്കാൾ 4 കൂടുതലാണ് 104, അതുകൊണ്ട് 104ന്റെ കൂടെ 4 കൂടെ കൂട്ടുന്നു. 104ന്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ എത്രയാ വരുന്നത്? 108. അപ്പൊ നമ്മളുടെ സ്ക്വയർ എത്ര കിട്ടി? 10,816 അല്ലെ? 104ന്റെ സ്ക്വയർ ആണ് 10,816. 105 വരാം. 105 വരുമ്പോഴും 100-നേക്കാൾ 5 കൂടുതലാണ്, അതുകൊണ്ട് 5ന്റെ സ്ക്വയർ ആയ 25 എഴുതി. ഇനി നമ്മൾ എന്താ എടുക്കണ്ടേ? 100-ൽ നിന്ന് 5 കൂടുതലാണ് 105, അതുകൊണ്ട് 105ന്റെ കൂടെ 5 കൂടെ കൂട്ടുന്നു. അപ്പൊ എത്ര വരും? 110 വരും അല്ലെ? 110. അപ്പൊ നമുക്ക് 105ന്റെ സ്ക്വയർ എത്രന്ന് കിട്ടി? 11,025 അല്ലെ? 11,025. 106 വരാം നമുക്ക്. 106 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100-നേക്കാൾ 6 കൂടുതൽ. സോ 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 36. 6ന്റെ സ്ക്വയർ 36. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 100-നേക്കാൾ 6 കൂടുതലാണ് 106, അപ്പൊ 106ന്റെ കൂടെ 6 കൂടെ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 112. അപ്പൊ നമുക്ക് 106ന്റെ സ്ക്വയർ എത്രന്ന് കിട്ടി? 11,236. 11,236. 11,236. 107 വന്നാലും നിങ്ങൾ എന്നെക്കാട്ടി സ്പീഡ് ചെയ്തു പോണേ. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഗൈഡായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ എന്നെ നോക്കണ്ട, എന്നെക്കാട്ടിൽ സ്പീഡിൽ നിങ്ങൾ ചെയ്തു പോകണം. ഞാനല്ലല്ലോ, നിങ്ങളല്ലേ പരീക്ഷയൊക്കെ എഴുതണ്ടേ. അപ്പൊ നിങ്ങളുടെ സ്പീഡ് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേന് എന്നെക്കാട്ടിലും സ്പീഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കേപ്പബിൾ ആവണം. ഓക്കെ. 107 വരുമ്പോ നമ്മൾ എങ്ങനെയാ വരണ്ടേ? 107 വരുമ്പോഴേക്ക് നമുക്കറിയാം 100-നേക്കാൾ 7 കൂടുതൽ 107, അപ്പൊ 7ന്റെ സ്ക്വയർ ആയ 49 നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100-ൽ നിന്ന് 7 കൂടുതലാണ് 107, അപ്പൊ 107ന്റെ കൂടെ 7 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 114 അല്ലെ? 114. അപ്പൊ നമുക്ക് 11,449 എന്ന് കിട്ടി. അപ്പൊ 107ന്റെ സ്ക്വയർ 17,449. 108 വന്നാലോ? 108 വരുമ്പോ നമുക്കറിയാം 8ന്റെ സ്ക്വയർ 64 അല്ലെ? 100-നേക്കാൾ 8 കൂടുതലാണ്, അപ്പൊ 8ന്റെ സ്ക്വയർ 64. ഇനിയും 100-നേക്കാൾ 8 കൂടുതലാണ് 108, അപ്പൊ 108ന്റെ കൂടെ 8 കൂടെ കൂട്ടിയാൽ 116 അല്ലെ? 116. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 11,664. 11,664. ഓക്കെ. ഇനി 109ന്റെ സ്ക്വയറിലോട്ട് വന്നാലോ? 9ന്റെ സ്ക്വയർ 81. 109ന്റെ കൂടെ 9 കൂടെ കൂട്ടുക. അപ്പൊ എത്ര വരുന്നത്? 118 അല്ലെ? എത്ര വരും? 11,881. അപ്പൊ 109ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 11,881. 110 വരാം. 110ന്റെ സ്ക്വയർ വരുമ്പം യൂണിറ്റ് പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ കാണാൻ വേണ്ടി നമ്മൾ വേറെ റൂളൊന്നും വേണ്ട. 11ന്റെ സ്ക്വയർ എടുക്കുന്നു. 11ന്റെ സ്ക്വയർ 121 എന്നറിയാം. പിന്നെ ഇവിടുത്തെ ഒരു 0ത്തിന് പകരം സ്ക്വയർ എടുക്കുമ്പോൾ 2 0 ആകും. അപ്പൊ എത്രയാ വരുന്നത്? 12,100 എന്ന് വരും അല്ലെ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ പഠിച്ച റൂളിനെക്കാട്ടി നമുക്ക് സൗകര്യമുള്ള ഏതാണ്? നമ്മൾ ഈ ലാസ്റ്റിലത്തെ 0 അങ്ങ് മാറ്റി വെക്കുക, ബാക്കിയുള്ളതിന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ ഒരു 0 ഉള്ള 2 ആകും, 2 0 ആണെങ്കിൽ അത് 4 ആവും, 3 0 ആണെങ്കിൽ അത് 6 0 ആകും അല്ലെ? ഇപ്പൊ ഉള്ളതിന്റെ ഇരട്ടിയാവും സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഇവിടെ സൗകര്യം. പക്ഷെ നമുക്ക് റൂളും കൂടെ ഒന്ന് നോക്കാം. റൂള് വെച്ചാണ് എന്താ ചെയ്യേണ്ടത്? 100-നേക്കാൾ 10 കൂടുതൽ. അപ്പൊ 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 എഴുതി. 100 എഴുതുമ്പോൾ ഓർക്കുക നമുക്ക് 2 പ്ലേസ് മതി. അപ്പം ബാക്കിയുള്ള 1നെ നമ്മൾ മാറ്റിയിട്ടേക്കാം, ക്യാരി ഓവർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പില് ക്യാരി ഓവർ ചെയ്യണം. അപ്പൊ നമ്മള് 110 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 10 കൂടുതലായതുകൊണ്ട് തന്നെ 10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 എടുത്തു. 100ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞപ്പോൾ 2 0 എടുത്തു. 1നെ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഇനി നമുക്കറിയാം 110ന്റെ കൂടെ 10 കൂടെ കൂട്ടണം. 110ന്റെ കൂടെ 10 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? കാര്യം 100-ൽ നിന്ന് 10 കൂട്ടിയപ്പോഴല്ലേ 110 ആവുന്നത്. അതുകൊണ്ട് 110ൽ നിന്ന് നമ്മൾ 10 കൂടെ കൂട്ടുന്നു. അപ്പൊ എത്ര വരും? 120 വരും. ആ 120ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്യുന്ന ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആവും? 121. അപ്പൊ നമുക്ക് 12,100 തന്നെ ആ മെത്തേഡിലും കിട്ടും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് വരാം. 111ന്റെ സ്ക്വയർ. 111ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം 100-നേക്കാൾ 11 കൂടുതൽ. 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 121 വരുന്നത്. ആ 121ലെ ലാസ്റ്റ് 2 ഡിജിറ്റ് 21 എടുത്തു. 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഇനി നമുക്കറിയാം
100-നേക്കാൾ 11 കൂട്ടുമ്പോഴാണ് 111. അപ്പൊ 111-ൽ നിന്ന് 11 കൂടെ കൂട്ടുക അല്ലെ, 111-ന്റെ കൂടെ 11 കൂടെ കൂട്ടുക. അപ്പൊ എത്ര വരുന്നത്? 122. ആ 122-ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിയാൽ എത്ര വരും? 123 അല്ലെ, 123. അപ്പൊ 12,321 111-ന്റെ സ്ക്വയർ. 12,321. ഇനി 112-ന്റെ സ്ക്വയർ എടുത്താലോ? 112-ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 100-നേക്കാൾ 12 കൂടുതൽ. അപ്പൊ 12-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 അതിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ 44 എടുത്തു, 1 നമ്മൾ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്കറിയാം ഇങ്ങോട്ട് 12 കൂട്ടിയിട്ടുണ്ട് 100-ൽ നിന്ന്, അതുകൊണ്ട് 112-ൽ നിന്ന് ഒരു 12 കൂടെ മുന്നോട്ട് പോകണം. അപ്പൊ എത്ര വരും? 124. ആ 124-ന്റെ കൂട്ടത്തിൽ ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 125 അല്ലെ, 125. അപ്പൊ 12,544 നമ്മളുടെ 112-ന്റെ സ്ക്വയർ. 113-ലോട്ട് വന്നാലോ? 113-ലോട്ട് വരുമ്പോൾ നമുക്കറിയാം 13-ന്റെ സ്ക്വയർ ആയിട്ടുള്ള 169 ആണ് വരുന്നത്. ആ 169-ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 69 ആണ്. 1 നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? 100-ൽ നിന്ന് 13 കൂട്ടി 113-ൽ വന്നു. അവിടുന്ന് വീണ്ടും 13 കൂട്ടുമ്പോൾ 126. ആ 126-ന്റെ കൂടി ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 127. അപ്പൊ 12,769 ആണ് 113-ന്റെ സ്ക്വയർ. ഓക്കെ. 114-ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാലോ? 14-ന്റെ സ്ക്വയർ നമുക്കറിയാം 196 ആണ്. ആ 196-ലെ 96 നമ്മൾ എടുത്തു, 1-നെ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഡബിൾ ഡിജിറ്റ് നമ്പർ ആയാലും ട്രിപ്പിൾ ഡിജിറ്റ് നമ്പർ ആയാലും 3 ഡിജിറ്റ് നമ്പർ ആയാലും ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ ആയാലും 3 ഡിജിറ്റ് നമ്പർ ആയാലും നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ഈ രീതിയിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് വേണം നമ്മൾ എടുത്തു പോകാൻ. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അതിൽ ലെഫ്റ്റ് സൈഡിൽ 0 കൊടുത്ത് ഡബിൾ ഡിജിറ്റ് ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ 14-ന്റെ സ്ക്വയർ 196, അവിടുത്തെ 96 എടുത്തു, 1-നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്കറിയാം 100-ന്റെ കൂടെ 14 കൂടെ കൂട്ടി 124 ആയി. അപ്പൊ 114 ആയി. അപ്പൊ ഇനി ആ 114-ന്റെ കൂടെ 14 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 128 അല്ലെ, 128. ആ 128 ആണോ വരണ്ടേ? അല്ല, 128-ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത ആളോടുണ്ട്, തെറ്റിക്കരുത്. 128-ന്റെ കൂടെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത 1-നെ കൂടെ കൂട്ടുമ്പോൾ 129 വരും അല്ലെ. അപ്പൊ 12,996. അപ്പൊ ഒന്നുകൂടെ ഓർക്കുക, 114 എന്ന് പറയുമ്പോൾ 14-ന്റെ സ്ക്വയർ 196, അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. 96 എടുത്തു, 1-നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യാൻ മാറ്റി വെച്ചു. ഇനി 114-ന്റെ കൂടെ 14 കൂടെ കൂട്ടുമ്പോൾ 128, അതിന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത ഒന്നുകൂടെ നമ്മൾ കൂട്ടിയപ്പോൾ 129. സോ 12,996 ആണ് 114-ന്റെ സ്ക്വയർ. 115-ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാലോ? 115-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100-നേക്കാൾ 15 കൂടുതലാണ്. അപ്പൊ 15-ന്റെ സ്ക്വയർ 225 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 25. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 2-നെ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ 225-ലെ 25 എടുത്തിട്ട് 2-നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമുക്കറിയാം 115 എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 15 കൂടി. അപ്പൊ ഇനി 115-ന്റെ കൂടെ 15 കൂടെ കൂട്ടിയാൽ 130. അവിടുന്ന് ഈ ക്യാരി ഓവർ ചെയ്ത് 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 132. അപ്പൊ നമ്മളുടെ ആൻസർ എത്ര വരും? 13,225 അല്ലെ, 13,225. അപ്പൊ 115-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 13,225. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി ഹോംവർക്കിലോട്ട് പോകാം. ഈ പാർട്ടിലെ ഹോംവർക്കിലോട്ട് വരാം. 116, 117, 118 അങ്ങനെ മുന്നോട്ട് പോയാൽ 119, 120, 121 തുടങ്ങി 122, 123, 124, 125-ന്റെ വരെയുള്ള സ്ക്വയർ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കണം ശരിയാണോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ന് 100-ന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിച്ചതുപോലെ തന്നെ 50-ന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ട്രിക്ക് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാൽക്കുലേഷനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമുക്ക് 75-ന്റെ വരെയുള്ള സ്ക്വയർ കാണണമെങ്കിൽ 100-ൽ നിന്ന് 25 കുറവാണ്. അപ്പൊ 25-ന്റെ സ്ക്വയർ എടുക്കണം അല്ലെ. അതുപോലെ തന്നെ 125-ന്റെ സ്ക്വയർ കാണണമെങ്കിൽ 100-ൽ നിന്ന് 25 കൂടുതൽ, അപ്പോഴും നമുക്ക് 25-ന്റെ സ്ക്വയർ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ക്വയർ 1 മുതൽ 25 വരെയെങ്കിലും മിനിമം പഠിച്ചു വെക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇത് നിങ്ങൾ കാണാതെ പഠിക്കാനൊന്നും പോകണ്ട. നമ്മൾ ഒരു പേപ്പറിൽ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എഴുതി നമ്മൾ എന്നും കാണുന്ന എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക. അതിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അതിനെ ഒന്ന് നോക്കിയിട്ട് പോവുക. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചോളൂ. ഓക്കെ, ഇത് ടേബിൾ പഠിക്കാനും ഇതേ മാർഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മിനിമം ഒരു 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ടേബിൾ അറിയണം. അതായത് 15 into 15 225 വരെയുള്ള ടേബിൾ നമ്മൾ പഠിച്ചിരിക്കണം. 15 into 15 225 വരെയുള്ള. അപ്പോൾ അതേപോലെ സ്ക്വയർ നമ്മൾ പറയുന്നത് 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ. ക്യൂബും അതുപോലെ ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 10 വരെയുള്ള ക്യൂബെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കണം. അത്ര അറിയാമെങ്കിൽ നമുക്ക് പല കാൽക്കുലേഷൻസും വളരെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം നമ്മൾ സ്ക്വയർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. 100ന്റെ നെയ്ബേഴ്സിന് പകരം 50ന്റെ നെയ്ബേഴ്സിനെ ആയിരിക്കും അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നാളെ വീണ്ടും കാണാൻ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.